എന്നെ കൂട്ടാണ്ട് ഇവര് പോയോ? ഓട്ടോ ഇട്ടെടുത്തു. സ്ഥലം നോക്കുക, ഏതാ ഭംഗി. ഞാനിപ്പോൾ കുബൻ പാർക്കിലാണ്, ബാംഗ്ലൂരിലെ 3rd ഡേ ആണ് കേസ്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ ടാർഗറ്റ് പറഞ്ഞാൽ കുഞ്ഞുവിനെ നമ്മൾ ആദ്യമായി പബ്ബ് കയറ്റാൻ പോവാണ് കേസ്. അപ്പോൾ കുഞ്ഞും അൽഫി ഇവിടെ ഉണ്ട്. അവർ കുറച്ച് സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിക്കും. ഇത് മൾബറി അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മൾബറി പറഞ്ഞ സാധനം കഴിക്കുന്നത് കേട്ടോ. മറ്റേ മുന്തിരിൻ്റെ ടേസ്റ്റ് അല്ലേ? ഇതൊരു അടിപൊളി പാർക്ക് കേട്ടോ. ഇഷ്ടമല്ല, നമ്മൾ ബാംഗ്ലൂരിൽ എവിടെ പോയാലും ഇങ്ങനത്തെ ഈ പാർക്കിൻ്റെ ഒരു അറ്റം കാണും കേസ്. പ്രൊഫഷണൽ ആയിട്ടുള്ള കടി കാണട്ടെ കേസ്. അപ്പോൾ ഇതാക്കണം, ഞങ്ങൾ ഇവിടുന്ന് പോവുക കേട്ടോ നമ്മളെ കുബൻ പാർക്കിൽ നിന്ന്. കാരണം എന്താ പറയുക, ലൈക്ക് ഞാൻ വിചാരിച്ചു കുറേ വേറെ എന്തെങ്കിലുമൊക്കെ കാണാണ്ടാവും. മൊത്തം മരങ്ങളാണ്, നല്ല വൈബാണ് നമുക്ക്. ആ റൈഡ് അതൊക്കെ ഉണ്ട്. ഹോട്ടലിൽ നിന്ന് ഇതാക്കണം കുഞ്ഞുവിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുക കേട്ടോ. ഊബർ കിട്ടുന്നില്ല, അപ്പം കുഞ്ഞു നേരത്തെ ഓട്ടോ കയറിയിരിക്കുകയാണ്. അൽഫിത് ഓട്ടോക്കാരൻ്റെ മാപ്പ് നോക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പോകേണ്ട ലൊക്കേഷൻ, നമ്മൾ ഹോട്ടൽ. നാട്ടിൽ ഞങ്ങളങ്ങനെ ഓട്ടോ എടുക്കാറില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ അധികം ഓട്ടോ തന്നെ. കാരണം വൈബാണ്, പിന്നെ തണുപ്പുണ്ട്, ചൂടാ. ഓ കയറങ്ങിലോ ഉരുകും, ചൂടടിക്കും. ഇവിടെ ആ കുഴപ്പമില്ലാതെ നമ്മൾ ഓട്ടോ എടുക്കും. പിന്നെ അത് മാത്രമല്ല, ഇവരിങ്ങനെ പാമ്പ് പോലെയാണ് ഇനി പോകും. അതുകൊണ്ട് നമുക്ക് എത്താനുള്ളടത്ത് ഇവിടുത്തെ ഓട്ടോക്കാർ സീരിയൽ കണ്ടുകൊണ്ടാണ് ചിലർക്ക് ഓട്ടോ അടിക്കുന്നത്. വൈബാണ്. വളഞ്ഞു പോകുന്ന മെട്രോ ഒക്കെ നമ്മളിപ്പോൾ ഓട്ടോ ഇറങ്ങി. ഇതായിട്ട് നമ്മൾ നിൽക്കുന്ന ഹോട്ടല്. വിശന്ന് ചത്ത്. എന്ത് കഴിക്കാനാണ് വിശക്കുന്നത്? അപ്പൊ ഇതാക്കണ നമ്മള് മോമോ അല്ലേ, ബാവുച്ചൈന ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം കൊള്ളാല്ലേ, നല്ല യമ്മി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് കഴിച്ചിട്ട് ഗൈസ്, ഇനി കഴിച്ചിട്ടുള്ളൂ. ഗുഡ് ഈവനിങ് ഗൈസ്, ഗുഡ് ഈവനിങ് ബാംഗ്ലൂർ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഒരു കിടക്കാച്ച വീട്ടിലെ സ്വാഗതം. ഇന്ന് 2ാമത്തെ ഡേ ആണ് ഗൈസ് നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിട്ട്. ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുഞ്ഞുവിനെ നമ്മൾ പബ്ബ് കാണിക്കാൻ പോകണം. ഓക്കെ, ബാംഗ്ലൂരിലത്തെ പബ്ബ് നൈറ്റ് ലൈഫ് ഒക്കെ കുഞ്ഞിനെ കാണിക്കാൻ പോകണം. അത് ഇന്നത്തെ മെയിൻ ഉദ്ദേശം. 21 വയസ്സായിട്ട് കുഞ്ഞ് ആദ്യമായിട്ടാണ്, അല്ല 21 വയസ്സാണെങ്കിൽ കൂടെ കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി റെഡി ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ പബ്ബിന്റെ ഉള്ളിൽ ഇത് എന്താന്ന് ഇതുവരെ കണ്ടില്ലല്ലോ. എക്സൈറ്റഡ് ഗൈസ്. അപ്പൊ അവര് മാറ്റട്ടെ. ഇതിപ്പോ പുതിയ ഹോട്ടലാട്ടോ. ഇന്നലത്തെ വേറെ ഹോട്ടലായിരുന്നു, തീരെ വൃത്തിയില്ലായിരുന്നു, കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് പുതിയ ഹോട്ടലാണ്. ഇത് പുതിയതുമാണ്, പ്രൈസ് കൂടുതലാണ്. പക്ഷെ എന്നിട്ട് നോക്കിയാൽ ചെയറിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഗൈസ്. മൊത്തം ബാഡായി കിടക്കുകയാണ്. അത് മാത്രമല്ല, റൂമിന്റെ ഫ്ലോർ ആയാലൊന്നും ക്ലീൻ ചെയ്തില്ല. ഇവിടെ വൃത്തിയുള്ള, ബാംഗ്ലൂരിൽ വൃത്തിയുള്ള പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ് ഗൈസ്. അപ്പോൾ ഊബർ ബുക്ക് ചെയ്യാൻ സമയമായി. നമ്മൾ ഓട്ടോ എടുക്കണ ലാഭം പെട്ടെന്ന് എത്തും. റൂമിനോട് ഇവിടെ പറഞ്ഞു അപ്പോൾ നമ്മളെ ബേബി കുട്ടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ആളെ കൂടി മാറ്റിയിട്ട് അതുണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമില്ല. ബാംഗ്ലൂരിൽ ഇടയ്ക്ക് ചാണകത്തിന് സ്മെല്ലുണ്ടാവും. ബൈ നമ്മളിപ്പോൾ കോർമംഗല അല്ലേ, കോർമംഗലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോവാണ്. ഓട്ടോ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സമയത്തിന് എത്തുമോ ഗൈസ്, ലെറ്റ്സ് സീ. കുഞ്ഞു എത്ര മണിക്ക് എത്തും? ഓക്കെ, ഈ ഒരു വഴിയായിട്ട് പോവാം. പണ്ട് ഞാനും കോംപ്രൊക്കെ ഇതിലങ്ങനെ ഒരുപാട് തേരാഭാര നടന്നിട്ടുണ്ട് ഗൈസ്, തേരാഭാര. അപ്പോൾ നമ്മളിതങ്ങനെ സ്ഥലത്തെത്തി. കുഞ്ഞു അങ്ങോട്ട് നോക്കൂ, ആ കാണുന്നതാണ് നമ്മളുടെ എല്ലാ പബ്ബുകളും സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലം. അതെ, കോർമംഗല ക്ലബ് റോഡ്. ഇവിടെ മൊത്തം ക്ലബിങ്, പബ്ബിങ്. അതുകൊണ്ട് ഞാൻ വന്ന തിരക്കുള്ള ദിവസം കറക്റ്റ് കാണാൻ കഴിയുള്ളൂ. ഓഹോ എന്നാണ് ബാർ. ഇവിടെ നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുഞ്ഞു നമ്മളവിടെ കയറുന്നില്ല കേട്ടോ. ഇവിടെ ആരും ഇല്ലടി. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തീരെ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമ്മൾ പുറത്തും ചുമ്മാ അങ്ങനെ നടന്നു നോക്കാം അങ്ങോട്ടൊക്കെ പോയിട്ട്. ഇതൊക്കെയാണ് ഗൈസ് നല്ല സാധനങ്ങൾ ഗൈസ്. ഇവരെ 2 ആളെപ്പോ ഇവിടെ കുഞ്ഞോടെ കുഞ്ഞു ഞാൻ പറയാണ്ട് പബ്ബിലൊന്നും കയറില്ല കേട്ടോ. ആരുടെയും കൂടെ പോകരുത്തിട്ട് കുഞ്ഞു. പക്ഷെ ഞാനും കോപ്പറൊക്കെ വന്നാൽ ഞങ്ങൾ ഇവിടെ പോകാറ്. ടിപ്സി ബിൾ, ഞങ്ങൾക്ക് ഇവിടുത്തെ കാർഡൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം പബ്ബ് പോകണമെന്ന് മുമ്പേ ചെറുതായിട്ട് ഐസ്ക്രീം കഴിക്കുക. കാരണം ഞങ്ങൾ നേരത്തെ തന്നെയാണ് എടുത്തത്. ഞങ്ങളൊരു 7 മണിക്ക് ഇവിടെ എത്തി. അപ്പോൾ പബ്ബ് ഒന്ന് ഓണായി വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ എന്താ പരിപാടി ഉണ്ട്, ഹോട്ടലിൽ എന്താ പരിപാടി ഉണ്ട്, അത് നമ്മൾ പോയിട്ട് എന്താന്ന് നോക്കാം. ചിലപ്പോൾ നാളെ ന്യൂ ഇയറിന്റെ പരിപാടി ആയിരിക്കും. അൽഫിനി ഏതാണ് ഓർഡർ ചെയ്ത ഐസ്ക്രീം? ടിറാമിസു. ഗൈസ്, ഒരു ചെറിയ പ്രശ്നം. ഇവിടെ പോലീസൊക്കെ വന്ന് എന്താ സംഭവം എന്നറിയില്ല. കുഞ്ഞുവിന് നല്ല ഭാഗ്യമുണ്ട്. എന്തോ ഇഷ്യൂ ഇത്രയും കാലം. എന്റെ മോളെ ഫുള്ള് പോലീസാണ് ഗൈസ്. മൊത്തം സീനാണ്. എന്താണെന്നറിയില്ല, കുഞ്ഞു വന്നോണ്ടാണെന്ന് തോന്നുന്നത്. പോലീസിന്റെ ജാഥകളാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.
നടു റോഡ് കൂടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോയത്. ഇവിടെ ഒരു സ്ട്രോബെറി സാധനം ഉണ്ട്, അതായത് ചോക്ലേറ്റ് സ്ട്രോബെറി എടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് മിണ്ടരുത്, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു തരിക. നമ്മൾ ഫസ്റ്റത്തെ ചോക്കോ ബെറി ഡിലൈറ്റ് അതാണ്. ഓക്കെ, താങ്ക് യു. ഗൈസ്, അപ്പം നമ്മൾ ഡ്യൂട്ടി പബ്ബിൽ കയറിയിരിക്കുന്നു. 21 വയസ്സായിട്ട് ആദ്യമായി പബ്ബ് കയറിയിരിക്കുന്നു. കുഞ്ഞു, എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ പോലീസൊക്കെ പോയി ഓപ്പൺ ആക്കിയിട്ടുള്ള ആൾക്കാരെ കൂടുമ്പോ കുറച്ച് നല്ല രസമുണ്ട്, നല്ല വൈബ്. എനിക്ക് അവിടെ സ്റ്റാമ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് മൊത്തം പോലീസൊക്കെ ആയിരുന്നു. അപ്പം കറണ്ട് ഇവിടെ ഓഫായിരുന്നു. അപ്പൊ പോലീസൊക്കെ പോയിന്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഓൺ ആക്കിയതാ. ഓളൊന്നും കേൾക്കുന്നില്ല ഗൈസ്. ന്യൂ ടെസ്റ്റ് ബേബി ഈസ് ഓൺ ദി സ്ക്രീൻ. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വരും. ഫ്ലൈറ്റ് മാറ്റിയ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ. സോ ഇറ്റ്സ് ക്രേസി. നല്ല രസമുണ്ട്. ഫുൾ പാട്ട്, ഫുൾ ടീച്ചിങ്, എനർജി, പവർ. ഗൈസ്, അപ്പം സെക്കൻഡ് ഇന്നലെ പാർട്ടി കഴിഞ്ഞ് തളർന്ന് കിടന്ന് റൂമിൽ പോയി ഉറങ്ങി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പിന്നെ കഴിയില്ല ഗൈസ്, തീർന്നു. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗരുഡൻ മാൾ എന്നൊരു മാളിൽ വന്നാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം കഴിഞ്ഞു. കുഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം പബ്ബിൽ? പിന്നെ ഓരോരുത്തർക്ക് വന്ന് എല്ലാവരും വൈബാക്കി. അപ്പൊ പിന്നെ നമുക്ക് വൈകുന്നേരം ഫുഡ് കഴിക്കും, തുള്ളും, പിന്നെ ഫുഡ് കഴിക്കും. അൽഫി ഇതാക്കണ കൊൽഫി തിന്നുകൊണ്ട്, അൽഫി കൊൽഫി തിന്നാണ് കേസ്. മമ്മീനെ വിളിക്കണം അൽഫി കൊൽഫി കഴിച്ചുകൊണ്ട് കേസ്. അപ്പോൾ ഇന്നാണ് ന്യൂ ഇയർ നൈറ്റ്. സോ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ബ്ലോഗൊന്നും എടുക്കില്ല, കാരണം ബാംഗ്ലൂരാണ്, ഭയങ്കര റഷാണ്. ഞാനിപ്പോൾ റീലൊക്കെ നോക്കി, കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരത്തെ ന്യൂ ഇയറൊക്കെ ഭയങ്കര സീനായിരുന്നു. അപ്പോൾ എന്ത് വേണേലും സംഭവിക്കാം. അപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളത്, കുഞ്ഞിനൊക്കെ ആരും പിടിച്ചു കൊണ്ടുപോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം ന്യൂ ഇയറിൽ ആഘോഷിക്കാൻ വേണ്ടി. ഇപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് പ്ലാൻ ചെയ്തിന്, അവിടെ പോയിട്ട് കഴിയുകയാണെങ്കിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഏടെയാണ് ഇതിലും കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. Party.
2024.